ശരണ്യ എന്ന് പറയുന്ന ഒരു സഹോദരി ട്രക്കിങ്ങിന് പോയി, വനത്തിൽപ്പെട്ട് ആകെ വലഞ്ഞുപോയി. ആ വനത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. എല്ലാവർക്കും വലിയ വേദനയായി. നാട് മുഴുവൻ വലുതായി ഉത്കണ്ഠപ്പെട്ടു. എന്താണ് സംഭവിക്കുക, വല്ലതും സംഭവിച്ചു കാണുമോ? നമ്മൾ ഈ ചില കോണ്ടെക്സ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അതുപോലെ ചിന്തിക്കും. മണ്ണിനടിയിലായി പോവുക എന്നൊക്കെ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ആ മണ്ണിനടിയിലായി പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ അനുഭവപ്പെടും. അതുപോലെയാണ് ഈ കാട്ടിലകപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത്. ഏതായാലും ആ വിഷയത്തിൽ നമ്മുടെ AICCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പിന്നെ കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചു, ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു. അതുകൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി കത്തെഴുതി. ഏതായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ആ കുട്ടിയെ കിട്ടി. ആ കിട്ടിയ സമയത്ത് അവർ KC വേണുഗോപാലിനെ വിളിച്ചതും സംസാരിച്ചതുമൊക്കെ ഞാൻ ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടിരുന്നു. ശരണ്യ, നമസ്കാരം. ഒരു അപകടവും പറ്റിയില്ലല്ലോ? ആരോഗ്യമൊക്കെ വളരെ കൃത്യമാണല്ലോ? ഒക്കെയാണ്. ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ ഇത്ര ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു, കേരളം മൊത്തം പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് രാവിലെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇങ്ങനെ വളരെ ഗൗരവമായിട്ട്. അപ്പോൾ കർണാടക ഗവൺമെൻറ് നന്നായിട്ട് ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്തോഷം കാണാൻ പറ്റിയത്. ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ എന്നാ നാട്ടിലെത്താൻ പറ്റുന്നത്? ഇന്ന് തന്നെ തിരിക്കാം. വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ ഇവിടെ? ഓക്കെ 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 ഓക്കെ. നമസ്കാരം നമസ്കാരം നമസ്കാരം. കേരളം മൊത്തം ടെൻഷനിലായിരുന്നു കഴിഞ്ഞ 4 ദിവസമായിട്ട്. സംഗതി അതൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ആ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടാകുന്ന സന്തോഷം ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മറുനാടൻ അവിടെ പോയപ്പോൾ മറുനാടനോട് പറഞ്ഞതായിരിക്കും. അവരൊരു പോസ്റ്റ് ഇട്ടു. സൂപ്പർ ശരണ്യയെ തുണച്ചത് പതിവായി അനുഷ്ഠിക്കുന്ന റംസാൻ വ്രതം. ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പിടിച്ചു നിൽക്കാൻ തൻ്റെ മകൾക്ക് കഴിയുമെന്ന അമ്മയുടെ വിശ്വാസത്തിന് ആധാരം വ്രതം നോക്കൽ. അമ്മയെ എല്ലാം സെറ്റാണ്. കുടകിലെ കൊടുങ്കാട്ടിൽ നിന്നും ശരണ്യ നാദാപുരത്തെ വീട്ടിൽ ട്രക്കിംഗ് തുടരുമെന്ന് ഉറച്ച നിലപാട്. അതായത് നോമ്പെടുത്തതുകൊണ്ട് അതിന് കഴിയും എന്ന് പറഞ്ഞു. സംഗതി അത്രയേ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കിക്കിടാതി ശശികലയ്ക്ക് ഭയങ്കരമായി അതങ്ങ് നൊന്തു. നമ്മളിപ്പോൾ സാധാരണ മനുഷ്യർ പറയില്ലേ, എനിക്ക് യോഗ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ തലവേദന മാറി, പുറം വേദന മാറി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ നമ്മൾ ചിലർ പറയും എനിക്ക് പിന്നെ എന്താ പറയുന്നത്, വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അതിന് നല്ല ആശ്വാസം കിട്ടി എന്ന് പറയും. ഇനി മറ്റു ചിലർ എന്താ പറയുന്നത്, ചില മനുഷ്യർക്ക് വയ്യാതെ വരികയോ വേദനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വേണ്ടി, ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഏതോ ക്ഷേത്രത്തിൽ അന്ന് വയ്യാതിരുന്നപ്പോൾ, അങ്ങനെയാണല്ലോ മമ്മൂട്ടിയുടെ അസുഖം കേരളം മുഴുവൻ അറിയുന്നത്, അദ്ദേഹം സുഖപ്പെടാൻ വേണ്ടി എന്തോ ഒരു പൂജ നടത്തി മമ്മൂട്ടിയുടെ പേരിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അവരവരുടെ വിശ്വാസങ്ങളനുസരിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും പല രീതിയിൽ ഉപയോഗപ്പെടാറുണ്ട്. ഇനി ആരെങ്കിലും ഇക്കണക്കിന് ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഞാൻ ഗൾഫിൽ പോയി വന്ന പണം കൊണ്ടാണ് എൻ്റെ മോളെ കെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ആ മോളെ നമ്മുടെ ശശികല ടീച്ചർ അമ്പുഴുക്കും അങ്ങ് പറയും. വീട് വെച്ചത് ഞാൻ സൗദി അറേബ്യയിൽ പണിയെടുത്തിട്ടാണെന്ന് വെച്ചാൽ ആ വീട് അങ്ങ് ഇടിച്ചു കളയുന്ന വൈരാഗ്യമാണ് ശശികലയ്ക്ക് വരിക. അതായത് ഈ വിദ്വേഷം മൂത്തുണ്ടല്ലോ, എല്ലാ ദ്വാരങ്ങളിലൂടെയും ഈ വിദ്വേഷ പ്രവാഹം നിറഞ്ഞ് വല്ലാണ്ടായി അവയവങ്ങളിലും ശരീരത്തിലും ചിന്തയിലും എല്ലാം ബാധിച്ച് ആകെ പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അത് മാത്രമല്ല ഞാൻ കണ്ടത്. ഈ കുറിപ്പാദ്യം വായിക്കാം, രസകരമാണ്. ആ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശശികല: ഹരേ വാ, ഇപ്പം കള്ളി വെളിച്ചത്തായോ എന്നൊരു സംശയം. പുലരും മുമ്പ് കഴിച്ച് രാത്രി മൂക്കുമുട്ട കഴിച്ചനുഷ്ഠിച്ച വ്രതം കൊണ്ട് 4 ദിവസം കൊടുങ്കാട്ടിൽ. എന്നിട്ട് സിനിമാ ടാക്കീസിൽ നിന്ന് വരും പോലെ കളിച്ച് ചിരിച്ച് സ്ക്രീൻ പ്ലേ എവിടെയും പാളിയില്ല. ധർമ്മസ്ഥലയിൽ 1 മാസം കഥകളടിച്ചു വിട്ടില്ലേ, നടക്കട്ടെ. ജയന്തിമാരും കോയിന്തന്മാരും മുസ്ലിം ലീഗിലും ശരണ്യമാർ റംസാൻ വിധത്തിലും. 2047 വരെ അടവുകൾ 18. സത്യസമാജം അറിഞ്ഞാൽ പിന്നെ ഒടുക്കം പമ്പരം പാച്ചിൽ വേണ്ടി വരാതിരിക്കട്ടെ. എന്തുവാണ് ഇത്? ഈ എഴുത്ത് തന്നെ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. സത്യത്തിൽ ഈ കാട്ടിൽ കറങ്ങിയ ശരണ്യയ്ക്ക്, പെട്ടുപോയ ശരണ്യയ്ക്ക് ബാധിച്ചതിനേക്കാൾ വലിയ തലചുറ്റൽ ശശികലയ്ക്ക് ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് കേട്ടപ്പോഴേക്ക് ശശികലയ്ക്ക് അങ്ങനെ തലചുറ്റൽ വന്ന ആവേശപൂർവ്വം ഇതിൽ എഴുതുന്നതിന്
കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കറങ്ങുന്ന കുറച്ച് കൂസ്മാണ്ടങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് എഴുതി ആത്മരതി അടയുകയാണ്. സാധാരണ രതിയല്ല, ആത്മവിദ്വേഷരതി. പണ്ടൊക്കെ സാഡിസ്റ്റുകളെന്ന് വിളിക്കുന്ന ചിലരുണ്ടായിരുന്നു. ഞാൻ ഈ സെക്ഷൽ ഹെൽത്ത് പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഈ സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവരെ വെള്ളം തിളപ്പിച്ചൊഴിക്കുക, അവരെ ഉപദ്രവിക്കുക, ഡെറ്റോൾ കലക്കി ഒഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദുഷ്ടന്മാരുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ വിദ്വേഷം കൊണ്ട് അവരവരുടെ എല്ലായിടത്തേക്കും ഇതുപോലെ കലക്കി മുളകൊക്കെ കലക്കി കോരി ഒഴിച്ച ഒരു വികാരം പോലെയാണ് ഈ കമൻ്റ് എഴുതി ആസ്വദിക്കുന്നത്. ഈശ്വരൻ രക്ഷിക്കട്ടെ.